ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ബ്രേക്കപ്പ് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാൻ തീരെ ആഗ്രഹമില്ല എന്ന് വിചാരിക്കുക. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് പൂർണ്ണമായിട്ടും ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല, യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവരെ പോവാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവര് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോകട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഈ സാർ എന്താണ് പറയുന്നത്, സാറിന്റെ വീഡിയോസ് കാണുമ്പോഴാണ് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയിരുന്നത്, സാർ ഇപ്പൊ അവരെ പോവാൻ അനുവദിക്കാനൊക്കെയാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, അവരെ പോവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിങ്ങളുടെ ഒരു എനർജി കട്ടാവുകയും തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുകയും മിസ് ചെയ്യുകയും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്ക്, അവരെ പോവാൻ അനുവദിക്കുക എന്നുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പല കേസുകളിലും അവരെ പോവാൻ അനുവദിക്കാതെ വീണ്ടും മെസ്സേജ് അയക്കും, വീണ്ടും കോൾ ചെയ്യും. അപ്പൊ അവർക്ക് മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല, അവരെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും അവര് നിങ്ങളുമായിട്ട് നല്ലൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കുന്നേ ഇല്ല. നേരെ മറിച്ച് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ, അവരെ അങ്ങോട്ട് പോവാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് വളരെയധികം മിസ്സിങ് വരും. അവരുടെ ഫോട്ടോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, അവർക്ക് മെസ്സേജ് ഇടുന്നില്ല, അവരെ കോൾ ചെയ്യുന്നില്ല. കാരണം ഇത് സ്ഥിരം നിങ്ങളുടെ കോളും മെസ്സേജും നിങ്ങളുടെ ലൈക്സും ഒക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഐ മീൻ സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷെ അതൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് വളരെയധികം മൈൻഡ് അവർക്ക് സ്ട്രെസ്ഡ് ആവും. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞതിന് ശേഷം ബ്രേക്കപ്പ് ആവുക. ഓക്കെ, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ചേസ് ചെയ്യാൻ പോകരുത്, വിളിക്കാൻ പോകരുത്, മെസ്സേജ് അയക്കാൻ പോകരുത്, യാതൊരു വിധത്തിലും ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഐ എം ഷുവർ ദാറ്റ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും. കാരണം അത്രയും പവർഫുൾ ആണ്. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി കംപ്ലീറ്റ്ലി അവർക്ക് കിട്ടാതെ ആവണം. അത് കിട്ടാതെ ആവണമെങ്കിൽ നിങ്ങൾ വിട്ടു നിന്നേ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങോട്ട് റീ അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വളരെ പവർഫുൾ ആണ്. പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസവുമാണ്. കാരണം പ്രണയിക്കുന്ന ഒരാൾ വിട്ടുപോകുന്ന സമയത്ത് അവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ, കുറച്ച് സ്ട്രഗിൾ ചെയ്യാനും സഹിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ തേടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരെ പോവാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഈ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. 100% റിസൾട്ട് കിട്ടും. അങ്ങനെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫോട്ടോക്ക് പോയിട്ട് ലൈക്ക് ചെയ്യാനോ കോൾ ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒന്നും നിൽക്കരുത്. കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ നിന്നും വിട്ടു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലും അവർക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല ഹാപ്പിനെസ് ഉള്ള സ്റ്റാറ്റസുകളൊക്കെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ സെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിരഹവേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റസുകളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ട് അവരെ നിങ്ങൾ വിഷമത്തിലാണ് എന്നുള്ളതൊന്നും അറിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സോ അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ടെക്നിക്ക് മറക്കണ്ട, അവരെ പോവാൻ അനുവദിക്കുക എന്നുള്ളതാണ്. എങ്കിൽ അവർ നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആവപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സീക്രട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സീക്രട്ട് കിട്ടി കാണും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനിവേ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു. നമസ്തേ.